എന്തിനാ പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ? നിനക്കേ സന്തോഷമുള്ളൊരു വാർത്ത പറയാനാ. കമലേശ്വരൻ തറവാട്ടിലെ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു. കരുണ വീണ്ടും പ്രഗ്നന്റ് ആയോ? കാരണയല്ലടാ, കാരണയില്ലാത്ത അവിടെ ചേച്ചിയാ പ്രഗ്നന്റ് ആയത്. എന്തോന്ന് നല്ലൊരു ദാമ്പത്യ ജീവിതം പോലും ഇല്ലാത്ത അവളൊരു അമ്മയായിരുന്നോ? കേട്ടത് സത്യം തന്നെയാ. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ, ഭാർഗവി അമ്മ പറഞ്ഞ ഒരിക്കലും തെറ്റില്ലാന്ന്. കണ്ണൻ എന്തായാലും കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോ പിന്നെ എങ്ങനെയാ ഇത് സംഭവിച്ചത്? അത് തന്നെയാ ആർക്കും അറിഞ്ഞൂടാത്തത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നേ അവള് പറഞ്ഞാലേ ആരാണ് പ്രതിയെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. കണ്ണീ കണ്ട പെമ്പിള്ളാരുടെ പിന്നാലെ ഞാൻ ചുറ്റുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ കണ്ണൻ എന്നെ വെറുത്തത്. ആ സമയത്തൊക്കെ അവന്റെ ഭാര്യയെ മുന്നിൽ നിർത്തിയിട്ടാണല്ലോ അവൻ എന്നെ താറടിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ ആ പുണ്യാളൻ എന്താ പറയുന്നത്? ഏതെങ്കിലും ആണുങ്ങൾ സഹിക്കുന്ന പണിയാണോ അവൾ ഈ കാണിച്ചത്? കണ്ണനെ പോലൊരുത്തൻ ഒരു കാരണവശാലും ഇത് സഹിക്കത്തില്ല. അവൻ അവളെ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും ഒപ്പം വീട്ടിലേക്ക് വന്നെന്നാ ദുർഗ വിളിച്ചപ്പോ പറഞ്ഞത്. അല്ല, അവൾ എങ്ങനെയാ ഹോസ്പിറ്റലായത്? എടാ, ഭാർഗവമ്മ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോ അത് തെളിയിക്കാൻ വേണ്ടി ദുർഗ അവളെ ഒന്ന് വീഴ്ത്തി. കോണിപ്പടിയിൽ കിടന്ന ഗ്രീസ് ചവിട്ടി അവള് വീണു. അവിടെ നിന്ന് അവളെ ഉണ്ണിയും ദുർഗയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് നമ്മുടെയൊക്കെ സംശയം ശരിയായത്. നമുക്ക് ആറാടാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ അച്ഛാ ഇത്. അങ്ങനെ തന്നെ അപ്പച്ചിയും പറയുന്നത്. കണ്ണൻ കൂടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കലക്കും അച്ഛാ. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയതൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. വഞ്ചന പൊറുക്കുന്നവനല്ല കണ്ണൻ. അതുകൊണ്ട് കണ്ണൻ അറിയാതെയാണ് അവളുടെ വയറ്റിൽ ഒരു ജീവൻ മുളച്ചതെങ്കിൽ ആ ബന്ധം അറുത്തു മാറ്റിയെന്ന് കരുതിക്കോ. അങ്ങനെയെങ്കില് ഇനി കണ്ണന്റെ ജീവിതത്തില് മഹാലക്ഷ്മി എന്ന ഭാര്യ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കമലേശ്വരത്തിന് ഒരൊറ്റ മരുമകളെ ഉണ്ടാവൂ, പ്രതാപന്റെ സ്വന്തം മകള്. അച്ഛൻ എഴുന്നേറ്റല്ലോ. എന്താന്നറിയത്തില്ല, മനസ്സിലൊരു സന്തോഷം പോലെ. അത് ശരി, ഇപ്പൊ തലയ്ക്ക് വെളിവുണ്ടായോ? ഇത്രയും ദിവസം പരാജയം മാത്രം രുചിച്ചതുകൊണ്ട് ഇനിയെന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വരില്ലെന്നായിരുന്നു ചിന്ത. അത് ദൈവമായിട്ട് തന്നെ മഹാലക്ഷ്മിയെ കണ്ണനെ വേർപിരിക്കാൻ ഒരു കാരണം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി അവളെ അവൻ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. പന്തിപ്പം നമ്മളുടെ ഭാഗത്താ മോനെ. ഇവിടെ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടൊരു കളി കളിച്ച ആ പന്ത് നിഷ്പ്രയാസം ഗോൾ പോസ്റ്റിലാക്കാൻ നിന്നെ കൊണ്ടു പറ്റും. ഒന്ന് പിടിക്കുമോളെ. അങ്ങനെ അച്ഛൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് തുടങ്ങി. ഇനി മഹാലക്ഷ്മി എന്ന ഭാര്യയെ വിശ്വസിച്ചിട്ട് നമ്മളെയൊക്കെ തള്ളിക്കളഞ്ഞവൻ ജീവിതകാലം മുഴുവൻ വീൽ ചെയറിൽ തന്നെ ഇരിക്കട്ടെ.